നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ നൽകിയ ഹർജിയും കെ എ പോൾ നൽകിയ ഹർജിയുമാണ് പരിഗണിക്കുക. വിനീത വിജിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, ഈ കെ എ പോളിന്റെ ആവശ്യങ്ങൾ ഈ മാധ്യമ വാർത്തകൾ ഉൾപ്പെടെ വിലക്കണം എന്നതൊക്കെയാണല്ലോ. എപ്പോഴാണ് കോടതി ഈ ഹർജികളൊക്കെ പരിഗണിക്കുക? വിനീത, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ ഹർജികൾ പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാധ്യമങ്ങളെ 3 ദിവസത്തേക്ക് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തണം. ഒപ്പം തന്നെ കാന്തപുരത്തെയും ഈ ആക്ഷൻ കൗൺസിൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനും ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വാദങ്ങളിൽ വിലക്കേർപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ പോൾ ഹർജി കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഹർജിയിൽ ഈ മാസം 25-നോ 24-നോ ഒക്കെ ഒരുപക്ഷെ നിമിഷപ്രിയ വധശിക്ഷ ഉണ്ടാകുമെന്ന തരത്തിലേക്കുള്ള ചില സൂചനകളും അത്തരത്തിലേക്കുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ഈ ഹർജിയിൽ കെ പോൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിമിഷപ്രിയ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ ഈ ഹർജി നൽകിയിരിക്കുന്നതെന്നായിരുന്നു കെ പോളിന്റെ ഒരു അവകാശവാദം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ അതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും ഒപ്പം തന്നെ ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും ഈ തന്റെ മോചനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളൊന്നും നടത്തരുതെന്ന് നിമിഷപ്രിയ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് അവർ കത്ത് നൽകിയിരുന്നുവെന്നും കെ പോളിന്റെ ഒരു അവകാശവാദം ഉണ്ടായിരുന്നു. ഏതാണെങ്കിലും ഈ കെ പോളിന്റെ ഇടപെടലുകളിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇതിനോടകം തന്നെ അതൃപ്തി കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ നിമിഷപ്രിയ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മോചനം കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ നിർണായകമായിട്ടുള്ള പല നീക്കങ്ങളും നടത്തിയിരുന്നത് ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ മുഖാന്തരമാണ്. കാന്തപുരത്തിന്റെ അടക്കമുള്ള ഇടപെടലുകൾ ഈ ഘട്ടത്തിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഈ കെ പോൾ നടത്തുന്ന ഈ ഇടപെടലുകൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ ആക്ഷൻ കൗൺസിൽ പറയുന്നത്. കാരണം പലതരത്തിലുള്ള വാദങ്ങൾ കെ പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കെ പോൾ നടത്തുന്നു എന്ന് പറയുന്ന ഇടപെടലുകളൊക്കെ തന്നെ പൂർണ്ണമായും തള്ളുകയും ചെയ്തു. പക്ഷേ ആ പശ്ചാത്തലത്തിലും നിമിഷപ്രിയയുടെ ബന്ധുക്കൾ, അമ്മയും ഒപ്പം തന്നെ ഭർത്താവും ഒക്കെ ഈ കെ പോളിനെ പിന്തുണയ്ക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇത് ഈ ആക്ഷൻ കൗൺസിലിന്റെ പ്രസക്തി അടക്കം ബാധിക്കുമെന്നായിരുന്നു ആക്ഷൻ കൗൺസിലിന്റെ ഒരു വാദം ഉണ്ടായിരുന്നത്. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ നിന്ന് വിശദമായിട്ടുള്ളൊരു വാദം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കെ പോൾ നൽകിയിരിക്കുന്ന ഹർജിയുടെ പ്രധാന ആവശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് കോടതി പരിഗണിക്കുക. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.